ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്നെന്താ നമ്മളിവിടെ ഡേ 3 ആണ് ലക്ഷദ്വീപിലെ. ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ലക്ഷദ്വീപ് ഡേ 3ൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്, ഇന്നത്തെ നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ സ്കൂബ ഡൈവിംഗ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അഗത്തി ഐലൻഡിൽ നിന്നും സ്കൂബ ഡൈവിങ്ങിനായിട്ട് പോകുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. നമ്മളെ വന്ന് വണ്ടിയിൽ അവർ വന്ന് കൊണ്ടുപോയായിരുന്നു. പിന്നെ അവിടെ ചെന്നിട്ട് നമ്മൾ സ്കൂബ ഡൈവിങ് ചെയ്യുന്ന സ്ഥലത്ത് ചെന്നിട്ട് പിന്നെ നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നായിരുന്നു. നമ്മളെങ്ങനെയാണ് സ്കൂബ ഡൈവിങ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ മാസ്ക് ഇങ്ങനെ അതിൻ്റെ സാധനങ്ങളൊക്കെ എങ്ങനെ ഫിറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളതൊക്കെ അവർ നമുക്ക് പറഞ്ഞു തരുമായിരുന്നു. പിന്നെ നമ്മൾ ഓരോ സിമ്പിൾസ്, കടലിനടിയിൽ ചെന്നാൽ എങ്ങനെയാണ് സിമ്പിൾസ് കാണിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ അവർ പറഞ്ഞു തന്ന ശേഷമാണ് നമ്മളെ എവിടെ കൊണ്ടുപോയത്, സ്കൂബ ഡൈവിങ്ങിനായിട്ട് കൊണ്ടുപോയത്. അപ്പോൾ ഒരു ചെറിയ ബോട്ടിലാണ് ഞങ്ങളൊരു 4-5 പേരേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ സ്കൂബ ഡൈവിങ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയും ആൾക്കാരാണ് നമ്മുടെ ബോട്ടിലുണ്ടായിരുന്നത്. ഇതിൽ സ്കൂബ ഡൈവിങ് ചെയ്യുന്നവർ 2 പേരും നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവർ തന്നെയാണ്. അവരതിന് പ്രത്യേക കോച്ചിങ് കിട്ടിയിട്ടുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് സ്കൂബ ഡൈവിംഗ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്താ നിനക്ക് സ്കൂബ ഡൈവിങ് നിങ്ങൾക്ക് കുട്ടികളായതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്കൂബ ഡൈവിങ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. പക്ഷെ അപ്പോൾ സ്നോർക്കലിങ് ചെയ്തായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം. അത് അടിപൊളിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ബോട്ടിൽ, അപ്പോൾ ഞാനും സുമേഷനും ഒരേ ടൈമിലാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്, സ്കൂബ ഡൈവിങ് ചെയ്യാനായിട്ട് ഇറങ്ങിയത്. അതിനു മുമ്പ് വേറൊരു 2 പേര് ഇറങ്ങിയായിരുന്നു. ഒരു സമയത്ത് 2 പേരെയാണ് കേട്ടോ കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ ഒന്നിച്ചുള്ള വീഡിയോ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇറങ്ങിയത് കേട്ടോ, ഒന്നിച്ചിറങ്ങിയത്. അപ്പോൾ ഇതാണ് നമ്മൾ സ്കൂബ ഡൈവിങ് ചെയ്യാൻ പോകുന്ന സ്ഥലം. അവർ പറഞ്ഞത് 4 മീറ്റർ 5 മീറ്റർ ആഴത്തിലേക്ക് നമ്മൾ പോകുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ അപ്പുറത്ത് തന്നെ വേറെ ബോട്ടും ചെയ്യാനായിട്ട് ആളുകൾ ഇറങ്ങുന്നുണ്ട് കേട്ടോ, സ്കൂബ ഡൈവിങ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഐലൻഡിൽ നിന്ന് നമ്മൾ ഇത്രയും ദൂരത്ത് മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങൾ സ്കൂബ ഡൈവിങ് ചെയ്ത വീഡിയോ. നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഷോർട്സിൽ ഇത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മൾ ചെയ്യുന്ന പോസ് അനുസരിച്ച് നമുക്കുള്ള ഫോട്ടോസൊക്കെ അവർ എടുത്ത് തരും കേട്ടോ. അപ്പോൾ നമ്മൾ പൊങ്ങിപ്പോയിരിക്കും. 2 പേരാണ്, 2 ഇൻസ്ട്രക്ടേഴ്സാണ് ഉണ്ടായിരുന്നത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്, 2 ഡൈവേഴ്സാണ്. അവരാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഡൈവിങ് ചെയ്യുന്ന വീഡിയോ. ആക്ച്വലി നമ്മുടെ കാലിലൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അവരുടെ ഹെൽപ്പോടു കൂടിയാണ് നമ്മൾ പോകുന്നത്. എനിക്ക് സത്യത്തിൽ നല്ല പേടിയായിരുന്നു കേട്ടോ ഇത് ചെയ്യാനായിട്ട്. പിന്നെ ഒരു ധൈര്യത്തിൽ അങ്ങ് പോയി. അപ്പോൾ 2 പേരും കൂടെ ഞങ്ങളുടെ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. പിന്നെ വൈകിട്ടായപ്പോൾ ഞങ്ങൾ ഗ്ലാസ് ബോട്ടിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ പോയത് കൽപ്പിത്തി എന്ന് പറഞ്ഞിട്ടൊരു ഐലൻഡിലേക്കാണ്. ആ ഐലൻഡിൽ ആളുകളൊന്നും താമസിക്കാത്ത ഒരു ഐലൻഡാണ്. അവിടെ നിറയെ കണ്ടൽക്കാടുകളാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ സ്കൂബ ഡൈവിങ്ങിന് ശേഷം നമ്മൾക്ക് കയാക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ഇതിൽ പറഞ്ഞിരുന്നതേ സെക്കൻഡ് ഡേ നമ്മൾ മറ്റേ ബംഗാരം ഐലൻഡ് വിസിറ്റൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അന്ന് വൈകിട്ടാണ് കയാക്കിംഗ് എന്നാണ് നമ്മളോട് പറഞ്ഞത്. പക്ഷെ നമ്മൾ ആകെ ടയേർഡായിരുന്നു. വന്നപ്പോൾ തന്നെ 6 മണിയായി. പിന്നെ നമ്മൾക്ക് പ്രത്യേകം അവരെ നോട്ടിൽ നമുക്ക് തന്നിരിക്കുന്ന ആ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, സാധനങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ചിട്ടേ നമ്മൾക്ക് ഇതൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് അവർ നമ്മളോട് ഓൾറെഡി നമുക്കുള്ള ഇൻസ്ട്രക്ഷൻസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയത് അന്ന് സ്കൂബ കഴിഞ്ഞിട്ടാണ് നമ്മൾ കയാക്കിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ സുമേഷനും ഒരു ബോട്ടിൽ, പിന്നെ പിള്ളേർ വേറെ 2 കുട്ടികളും കൂടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവരും പിന്നെ അപ്പൂമ്മയും അവരും ആ കൂട്ടത്തിലൊരു കുട്ടിയും പിന്നെ അപ്പൂമ്മയും വേറൊരു പയ്യൻ്റെ കൂടെയായിരുന്നു. പിന്നെ വേറെ ഉള്ളവരൊക്കെ ഇങ്ങനെ ചെയ്തായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നമ്മളെല്ലായിടത്തും പോകുമ്പോൾ ഇവർ നമ്മളെ ജാക്കറ്റൊക്കെ ഇടിച്ച് വളരെ സേഫ് ആക്കിയിട്ട് നമ്മളെ വിടത്തുള്ളൂ കേട്ടോ. അതൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ്. നമ്മൾ ആ റാഫ്റ്റിങ്ങിന് കയറിയപ്പോഴും കയാക്കിങ്ങിന് കയറിയപ്പോഴും നമുക്ക് അവർ ജാക്കറ്റൊക്കെ തന്നായിരുന്നു. പിള്ളേരെയും ജാക്കറ്റൊക്കെ ഇടിയിച്ചായിരുന്നു. ഇത് നമ്മൾ ഗ്ലാസ് ബോട്ടിൽ നിന്നുള്ള കാഴ്ചയാണ്. നമുക്ക് ശരിക്കും കടലിൻ്റെ അടുത്തിട്ട് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ കുറേ പലതരത്തിലുള്ള മീനുകളെയൊക്കെ നമ്മൾ കണ്ടായിരുന്നു. നേരത്തെ നമ്മളൊരു ആമയെ കണ്ടല്ലോ, ആ ആമേനെ വിടാതെ നമ്മൾ പിന്തുടർന്നുകൊണ്ടിരുന്നെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ശരിക്കും കോറലുകളൊക്കെ നമ്മൾ അടുത്ത് കാണുന്ന പോലെ തന്നെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. തൊടാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. പിന്നെ ഇവർ നമ്മളെ സ്കൂബയ്ക്ക് പോയപ്പോൾ പ്രത്യേകം നമ്മളോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കാലുകൾ നമ്മളെപ്പോഴും മടക്കി പിടിക്കണം സ്കൂബ ചെയ്യുമ്പോൾ. എന്താണെന്ന് വെച്ചാൽ ഈ കോറലുകൾ തട്ടിക്കഴിഞ്ഞാൽ നല്ല കട്ടിയാണ്. ഞാനൊന്ന് പതുക്കെ തൊട്ട് നോക്കിയായിരുന്നു കേട്ടോ. ശരിക്കും തൊടാനൊന്നും പാടില്ല. ഞാൻ വെറുതെ ഇതിൻ്റെ കട്ടി എന്തോരം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി തൊട്ട് നോക്കിയത്. ശരിക്കും കരിങ്കല്ല് പോലെ തന്നെ നല്ലോണം ഉറച്ച് കിടക്കുന്നൊരു സാധനമാണ്.
പവിഴപ്പുറ്റുകളെന്ന് പറയും, ഈ പുറ്റുകളെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ കാല് തട്ടിക്കഴിഞ്ഞാൽ നല്ല വേദനയായിരിക്കും, ചിലപ്പോൾ മുറിയും, കാല് നന്നായിട്ട് പൊട്ടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നമ്മളോട് സ്കൂബ ഡൈവിങ്ങിന് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു, നിങ്ങളെ കാലുകൾ മടക്കി പിടിക്കണമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ നിങ്ങൾ സ്കൂബ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, ലാസ്റ്റ് ആയപ്പോൾ എൻ്റെ വായിൽ നിന്ന് ആ സാധനം ഊരിപ്പോയായിരുന്നു കേട്ടോ. അതിലാണ് ശരിക്കും നമ്മുടെ ബ്രീത്തിങ് നമ്മൾ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കടലിൻ്റെ അടിത്തട്ടിൽ നമ്മൾ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറേ പല തരങ്ങളിലുള്ള മീനുകൾ, വിവിധ നിറങ്ങളിലുള്ള മീനുകൾ, നീല, മഞ്ഞ, പിന്നെ കുറേ കൂട്ടം കുഞ്ഞു കുഞ്ഞു മീനുകളെല്ലാം കൂട്ടങ്ങളായിട്ടാണ് കേട്ടോ സഞ്ചരിക്കുന്നത്. കണ്ടോ, ഇത് നമ്മൾ നിർത്തിയപ്പോൾ നമുക്ക് ഭയങ്കര അതിശയമായിരുന്നു, എന്ത് രസമാണ് കാണാൻ നോക്കിയല്ലേ. പിന്നെ സൺലൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റി. മഴക്കാലമാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇത്രയും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മഴക്കാലത്ത് ഇനിയിപ്പോൾ ജൂൺ മുതൽ അവിടെ ഓഫ് സീസണാണ് അവർക്ക്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, പ്രധാനമായിട്ടും ഈ വിനോദസഞ്ചാര മേഖലയെ ആശ്രയിച്ചാണ് ലക്ഷദ്വീപിലുള്ളവരുടെ ജീവിതമെന്ന് പറയുന്നത് തന്നെ. കുറേ പേര് ഈ ഗൈഡായിട്ടും അല്ലെങ്കിൽ ഇവിടെ ടൂറിസ്റ്റുകൾ വരുമ്പോൾ താമസിപ്പിക്കാനായിട്ട് അങ്ങനെയൊക്കെയുള്ള ഇതിലൊക്കെ അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ജീവനോപാധി എന്ന് പറയുന്നത് തന്നെ ഈ ടൂറിസം തന്നെയാണ്. കവരത്തി ഐലൻഡിൽ എയർപോർട്ട് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു തവണയും കൂടി നമുക്ക് പോകേണ്ടി വരും. കവരത്തി ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അവിടെയാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ, അവിടെയാണ് ഈ അവരുടെ മെയിനായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത്. എല്ലാവിധത്തിലുള്ള ഗവൺമെൻറ് ഓഫീസുകളും സ്ഥിതി ചെയ്യുന്നത് കവരത്തിയിലാണ്. അപ്പോൾ ഇത് ഇത്തിരി ലൈറ്റ് കുറഞ്ഞൊരു സ്ഥലമാണ്, അധികം നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ ബോട്ട് ഓടിച്ച് നേരെ കുറേ നേരമൊക്കെ നമുക്ക് കണ്ടു കഴിയുമ്പോൾ മടുക്കും കേട്ടോ, കുറേയൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ പോകുന്നത് കൽപ്പിത്തി ഐലൻഡിലേക്കാണ്. അപ്പോൾ നമ്മൾ വൈകിട്ടോട് കൂടിയാണ് അങ്ങോട്ട് ചെന്നത്. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഇവർ വെള്ളമൊക്കെ തന്നായിരുന്നു കേട്ടോ, കാരണം അവിടെ വെള്ളമൊന്നും കുടിക്കാനൊന്നും നമുക്ക് കിട്ടത്തില്ലല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഓരോ ബോട്ടിലുകൾ, ഓരോരുത്തർക്കും ഓരോ ബോട്ടിൽ വെള്ളം വെച്ച് തന്നായിരുന്നു. പിന്നെ നമ്മളെ കയ്യിൽ എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു കുപ്പി വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ, എടുത്തിട്ടുണ്ടായിരുന്നു. അഗത്തി ഐലൻഡിനോട് വളരെ അടുത്ത് തന്നെയാണ് ഈ കൽപ്പത്തി ഐലൻഡ് ഉള്ളത്. പക്ഷേ നമ്മളിങ്ങനെ ബോട്ടിൽ നമ്മൾ വരുമ്പോഴേ കുറേ ദൂരമുള്ള പോലെ നമുക്ക് തോന്നും. നമ്മൾ അഗത്തിൻ്റെ ഒരറ്റത്ത് നിന്നാണ് തന്നെ, ശരിക്കും വിമാനത്താവളത്തിനോട് അടുത്താണ് ഈ ഒരു ഐലൻഡ് ഉള്ളത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഓൾറെഡി കുറേ യാത്രക്കാർ അവിടെ വന്നിട്ടുണ്ട്, കണ്ടോ. ഇതാണ് നമ്മൾ പറഞ്ഞ കുറേ കിളികളുടെയൊക്കെ കരച്ചിൽ കേൾക്കാം. പക്ഷേ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കാക്കകളില്ല, ലക്ഷദ്വീപ് ഐലൻഡുകളിലെ കാക്കകളില്ല. എന്നാൽ ഇപ്പോഴൊക്കെ ആയി പിന്നെ അവിടെ കാക്കകൾ വന്നു തുടങ്ങി എന്നാണ് പറയുന്നത്. കാരണം ഈ ബോട്ടിലൊക്കെ കയറി അകപ്പെട്ട് വരുന്ന കാക്കകളെ വന്നിട്ട് ഇപ്പോൾ അവിടെ കാക്കകളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് അവിടെ നമ്മുടെ കൂടെ ഉണ്ടായ പയ്യൻ പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നത് പാമ്പുകളും പട്ടികളും ഇല്ലാത്തൊരു സ്ഥലമാണ്, അതുകൊണ്ട് ധൈര്യമായിട്ട് നടക്കാം. പാമ്പില്ലാത്തതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് നടക്കാം കേട്ടോ. അപ്പോൾ അപ്പൂസ് വെള്ളം കണ്ടപ്പോൾ തന്നെ തുടങ്ങി, അയ്യോ എനിക്ക് ഇറങ്ങണേ വെള്ളത്തിലെന്ന്. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നല്ല തിരകൾ വരുന്ന സ്ഥലമാണ്, നമ്മൾ ചെരുപ്പിടാതെ ഇറങ്ങാൻ പറ്റത്തില്ല. കാരണം നിറയെ കല്ലുകളായിരുന്നു ഈ ഭാഗത്ത്, നിറയെ കല്ലുകളായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളോട് നമ്മുടെ ഗൈഡ് പറഞ്ഞു, നിങ്ങൾ ചെരുപ്പിടാതെ ഇറങ്ങരുത്, നല്ലോണം കല്ലുകളൊക്കെ ഉള്ളതാണ്, കാലിൽ കുത്തിക്കയറും. ശരിയായിരുന്നു കേട്ടോ, ചെരുപ്പിട്ടിട്ട് തന്നെ നമ്മൾ വളരെ പതുക്കെയാണ് നടന്നത്. അതെ, ഗവൺമെൻറ്റിൻ്റെ ആ ഒരു സ്തംഭമുണ്ട് ഇവിടെ, ഗവൺമെൻറ്റിൻ്റെ ഐലൻഡാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഈ തിരയുടെ കൂടെ കുറേ കല്ലുകൾ. പിന്നെ അവിടെ നിന്ന് നമ്മൾ നടന്ന് വന്നപ്പോഴേ ഇതിൻ്റെ ഇപ്പുറത്തെ വശത്തേക്ക് വന്നു. ഈ കൽപ്പിത്തി ഐലൻഡിൻ്റെ ഈ ഒരു ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. എന്ത് ഭംഗിയാന്ന് നോക്കി, നിറയെ പാറകളും മറ്റുമായിട്ട് നല്ല രസമുണ്ടായിരുന്നു. തിരയടിച്ച് കുറേ ഭാഗമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം സൺസെറ്റിൻ്റെ സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു എന്താണെന്ന് വെച്ചാൽ ലക്ഷദ്വീപിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടറും വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഡോക്ടറായിരുന്നു. അദ്ദേഹം ഒരു തവണ ഈ കൽപ്പിത്തി ഐലൻഡ് കാണാൻ വരികയും പിന്നെ അദ്ദേഹത്തെ കാണാതാകുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഒരു 10 വർഷം മുമ്പ് നടന്ന കഥയാണ്. അവിടുത്തെ ഒരു നാട്ടുകാരൻ പറഞ്ഞതായിരുന്നു കേട്ടോ ഞങ്ങളോട്. വളരെ നല്ലൊരു ഡോക്ടറായിരുന്നു എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആ ഡോക്ടറും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായ ആളും പിറ്റേ ദിവസം അവിടെ നിന്ന് ബോഡി കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. കടലെന്നല്ല, ജലാശയങ്ങളെ നമ്മളെപ്പോഴും പേടിക്കേണ്ടതാണല്ലോ. അറിയാത്തൊരു സ്ഥലത്ത് നമ്മൾ ഇറങ്ങാൻ നിൽക്കരുത്, കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങാൻ നിൽക്കരുതെന്ന് പറയും. പക്ഷേ കുറച്ച് സ്ഥലങ്ങളൊക്കെ ലക്ഷദ്വീപിൽ നമ്മളിപ്പോൾ ബംഗാരം ഐലൻഡ് പോലെയുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ വിശ്വസിച്ച് ഇറങ്ങാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഐലൻഡിൻ്റെ ഉള്ളിൽ കൂടി ആ ഒരു ഞാൻ പറഞ്ഞില്ലേ കണ്ടൽക്കാടുകളും മറ്റ് കാടുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ മിയാമ്മതേ വെള്ളമൊക്കെ കുടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തിരിച്ച് ബോട്ടിൽ കയറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോരുത്തരായിട്ട് പിന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു അരമുക്കാൽ മണിക്കൂർ നമ്മളവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു. അപ്പോൾ ഓരോ ബോട്ടുകളും ആളുകളെ കാത്തിങ്ങനെ കിടക്കുകയാണ്.
അങ്ങനെ ഞങ്ങൾ സൺസെറ്റൊക്കെ കണ്ട് നല്ല ഭംഗിയുള്ള സൺസെറ്റൊക്കെ ആയിരുന്നു. അതൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഭാഗത്താണ് എയർപോർട്ട് ഉള്ളത്, അതിനടുത്തായിട്ടാണ്. നല്ല സ്പീഡിലാണ് കേട്ടോ ബോട്ട്. തിരിച്ച് പോയപ്പോൾ നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ മീൻ ശരിക്കും എൻജോയ് ചെയ്തു. അവർക്ക് ഇതിൽ കാണാൻ പറ്റാത്തത്, ഈ സ്കൂബ ഡൈവിങ്ങിനൊന്നും കാണാൻ പറ്റാത്തത്, മീൻ സ്നോർക്ലിങ്ങിലും ശരിക്കും ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നു കാണില്ല, കാരണം അവൾക്ക് കണ്ണടയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അവൾക്കത് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ വൈകിട്ടായപ്പോഴേക്കും ഒന്ന് നടക്കാനൊക്കെ ഇറങ്ങിയായിരുന്നു. അപ്പോൾ വൈകിട്ടായപ്പോൾ നമ്മളവിടുത്തെ ഇതവിടുത്തെ പൊതു വായനശാലയാണ്. 2 നിലകളോട് കൂടി ഒരു വായനശാലയാണ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അവിടെ ചെന്നപ്പോഴേ ഈവനിങ് ആയപ്പോൾ അവിടെ എല്ലാവരും ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അവിടെ എല്ലാവരും ചൂണ്ടയൊക്കെ ഇട്ട് മീനൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ കിട്ടുന്നത് കൂടുതലും മറ്റേ വറ്റയാണ് കേട്ടോ. വറ്റ മീനിൻ്റെ ചെറുതിനെയാണ് അവിടെ കിട്ടുന്നത്. നമ്മളതൊക്കെ കണ്ടായിരുന്നു. പിന്നെ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നല്ല നല്ല റെസ്റ്റോറൻറ്റുകളുണ്ട്, ആശുപത്രികളുണ്ട്, സ്കൂളുകളുണ്ട്. 4 സ്കൂളുകളുണ്ട് കേട്ടോ. അതൊക്കെ നാളത്തെ വീഡിയോയിൽ ഞാൻ അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. നമ്മൾ ലാസ്റ്റ് ഡേ ബൈക്കൊക്കെ എടുത്തൊന്ന് കറങ്ങിയായിരുന്നു. ഇപ്പം നമ്മൾ ഇവിടുത്തെ ഫിഷിങ്ങിൻ്റെ വീഡിയോ ഒക്കെ പിടിച്ചിട്ടുണ്ട്. എല്ലാവരും നെറ്റൊക്കെ ചൂണ്ടയൊക്കെ ആയിട്ട് വന്നിട്ട് അവർ മീനെയൊക്കെ പിടിക്കുന്നുണ്ട് രാത്രി സമയത്ത്. കവരൊക്കെ ഉള്ള സമയം ഒക്ടോബർ നവംബറൊക്കെ ആണെങ്കിൽ നല്ല കവരൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരോടും പറയുക, നിങ്ങളുടെ പരിചയത്തിലുള്ളവരോടും പറയുക ഞങ്ങളുടെ ചാനലിനെ പറ്റിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ, ബൈ ബൈ.